ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. കുറേ നാളായിട്ടോ, ഏകദേശം ഒരു 1 വീക്ക് ആയിട്ടുണ്ടാവും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മൊബൈലിലേക്ക് വന്നിട്ട് ആ കൂടി ഒരു വീഡിയോ മാത്രം, അമ്മേനെ കൊണ്ടുവരുന്ന വീഡിയോ മാത്രമാണ് ലാസ്റ്റ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഓട്ടപ്പാച്ചിലായിരുന്നു. വേറെ ഒന്നല്ല കേട്ടോ, നമ്മൾ ഇവിടേക്ക് മൊബൈലിലേക്ക് വന്നപ്പോൾ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു നല്ലൊരു സമയം എടുക്കും അങ്ങോട്ട് പോകാനും തിരിച്ചിങ്ങോട്ട് വരാനും. ഒരു 5:30 ആകുമ്പോൾ ചേട്ടൻ ഇറങ്ങും, 5:45 ഞാനും ഉണ്ണികൾ ഇറങ്ങും. പിന്നെ ഒരു 7:30, ചില ദിവസം ഇപ്പോൾ കാറൊന്നും കിട്ടിയില്ലെങ്കിൽ ബസ്സിനാണ് വരണമെങ്കിൽ 8:30, 8:45 ആകുമ്പോൾ വീട്ടിലെത്താം. അപ്പം അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനോ അതൊന്ന് കാണാനോ ഒന്നിനുള്ള സമയമില്ല. വരാ, ഭക്ഷണം വയ്ക്കുക, കിടന്നുറങ്ങുക, അത് മാത്രമുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ഫ്രൈഡേ അല്ലേ, അപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കുഞ്ഞിപ്പാറുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് കേട്ടോ. അമ്മ വന്നതിന് ശേഷമാണല്ലോ നമ്മൾ കുഞ്ഞിപ്പാറുവിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചത്. അപ്പോൾ February 7th നൈറ്റ് നമ്മൾ നമ്മുടെ സഫാരി മാളിൽ പോയിട്ടൊരു കേക്ക് വാങ്ങിച്ചിട്ടോ. എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ടോ. അപ്പോൾ പുതിയ ഡ്രസ്സ് നാട്ടിൽ നിന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നില്ല, അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. 2 അച്ചമ്മയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അമ്മാമ്മയും ഉണ്ണികൾക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഡ്രസ്സുകൾ മാറിയിട്ട് കേക്കൊക്കെ നമ്മൾ മുറിച്ചു കേട്ടോ. കുഞ്ഞിപ്പാറുവിൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ആണെങ്കിലും 2 ബർത്ത്ഡേ തൊപ്പി എന്തായാലും ഇവിടെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഉണ്ണികൾ രണ്ടാളും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി മണികളായിട്ട് കേക്കും മുറിച്ചു കേട്ടോ. എന്ത് പെട്ടെന്നാണല്ലേ വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോണത്. ഇപ്പോൾ ഈ കുഞ്ഞിപ്പാറുവിന് ഇപ്പോൾ 7 വയസ്സായി, 7 വർഷമായി. എന്ത് പെട്ടെന്ന് ഉണ്ണികളുടെ ഒരേ വളർച്ചയും കാണുമ്പോൾ പെട്ടെന്ന് വളരുന്ന പോലെ കേട്ടോ ഉണ്ണികളേക്കും. അങ്ങനെ അവരെന്തായാലും നല്ല ഹാപ്പിയായി. അച്ഛമ്മയും കൂടി വന്നപ്പോൾ കേക്കും കട്ട് ചെയ്ത് പുതിയ ഡ്രസ്സ് കിട്ടപ്പോൾ ഉണ്ണികൾ രണ്ടാളും നല്ല ഹാപ്പി ആയിട്ടാണ്. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. നല്ല കേക്കായിരുന്നു കേട്ടോ. നമ്മൾ മറ്റേ ചോക്ലേറ്റും മറ്റേ പിസ്ത അങ്ങനത്തെ ഇതിക്കും വാങ്ങണേക്കാളും നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഇത് ഇന്നലെ ഞങ്ങൾ മദീനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മദീന സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ വീടിൻ്റെ അടുത്താണ്, ഇത്തിരി ദൂരമുള്ളൂ കേട്ടോ, ഇത്തിരി നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, വീക്കിലി പർച്ചേസിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മീൻ അങ്ങനെ ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ, വലിയ മീനൊന്നും. അപ്പോൾ നമ്മൾ ചെറിയ മീൻ നോക്കി കുറച്ച് മീൻ വാങ്ങിച്ചു. പിന്നെ കുഞ്ഞിപ്പാറിന് നല്ല ഫ്രഷ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ആദ്യം എടുത്തു കൊണ്ടത് എന്തോ ഒരു നാരങ്ങയുടെ എന്തോ ആയിരുന്നു എടുത്തു കൊണ്ടുവന്നത്. പിന്നെ മാറ്റിയിട്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും പിന്നെ സ്ട്രോബെറിയുടെ ഒരു ജ്യൂസും നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. നമ്മളിങ്ങോട്ട് മൊബൈലിലേക്ക് മാറുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ ഇതിന് മുന്നേ, ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടോ, കമൻറ്റ് അയച്ചു. ഞങ്ങൾ മൊബൈലിലാണ് എന്ന് പറഞ്ഞിട്ട്, ദുബായിൽ നിന്ന് നമ്മളും ഷിഫ്റ്റ് ചെയ്താണ്, മൊബൈലിലാണ് ഞങ്ങളും താമസിക്കുന്നത് പറഞ്ഞിട്ട് കുറച്ച് പേര് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടോ. എനിക്ക് വളരെ സന്തോഷമായി. നമുക്ക് പരിചയമില്ലാത്ത, നമ്മളുടെ ആരുമല്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളും ദുബായിലാണ്, അല്ല ഞങ്ങൾ മൊബൈലിലാണ് എനിക്കിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്തൊരു സന്തോഷമായിട്ടോ. എനിക്ക് ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ചെറിയൊരു സന്തോഷം. നമ്മളുടെ വീഡിയോസൊക്കെ അവർ കാണുന്നുണ്ട്, അതിനുള്ള കമൻറ്റ് അവർ ഇടുന്നുണ്ട്, അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് മൊബൈലിലേക്ക് നമ്മൾ വന്നത്. കിസ്സേസ് ആയിരുന്നു നമ്മളൊരു പ്ലേസ് നമ്മളിങ്ങനെ ഒരു മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ നമുക്ക് ഒരു ഇതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ എല്ലാം കൊണ്ടും ഒത്തു വന്നില്ല. നമ്മളും പിന്നെ മൊബൈലിലേക്ക് മാറിയതാണ് കേട്ടോ. ഇനി ഇവിടെ വന്നിട്ട് വേണം സ്കൂളും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഇയറിലേക്ക് നോക്കാൻ. നല്ല സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടോ. ഞാൻ നമ്മുടെ ഗൾഫ് ഏഷ്യയിലേക്കും ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്കും പറഞ്ഞു അഡ്മിഷനൊക്കെയും ഓൾറെഡി ക്ലോസ് ആയി എന്നാണ് പറഞ്ഞത്. ഇനി ഒരു ഡെൽറ്റ ഇംഗ്ലീഷ് സ്കൂൾ മൊബൈലിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പോയിട്ടില്ല, നോക്കണം. എങ്ങനെയുണ്ട് ഇവിടെ മൊബൈലിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഡെൽറ്റ ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ട് എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. കാരണം ഒന്നാമത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ണികൾക്കാണെങ്കിലും ഇത് സെയിം ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണല്ലോ. വെച്ചിട്ടുണ്ടെങ്കിൽ 500 ദിർഹം തന്നെയാവും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബസ് ഫീസ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവർ ഈ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കണ്ടേ, അപ്പോൾ അതും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മൊബൈലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റുന്നതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ ഒന്ന് അന്വേഷിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒന്നിനുള്ള അന്വേഷിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നോക്കണം. ഇനിയിപ്പോൾ ഈ മാസം മുതൽ ഇവർക്ക് ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെയും പോകുന്ന വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അടുത്തുള്ളൊരു മലബാർ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അവിടേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. വീക്കെൻഡ് അല്ലേ, അപ്പം ഇനി എന്തായാലും പുറത്തുനിന്ന് ഫുഡ് ഇന്നത്തെ ദിവസം കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മയുണ്ടല്ലോ, അപ്പോൾ ഒന്ന് എല്ലാവർക്കും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവർ ആദ്യം തന്നെ നല്ലൊരു ചിക്കൻ സൂപ്പ് കൊണ്ടുവച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ സൂപ്പ്. അത് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരൊരു ചെറിയ കൊള്ളി ഉണ്ടല്ലോ, കൊള്ളിയും ക്യാബേജും പിന്നെ ഒരു മുളക് ചമ്മന്തി കൊണ്ടുവച്ചിട്ടാ ഒരു സ്റ്റാർട്ടറായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു. ഇനിയിപ്പോൾ ഓർഡർ ചെയ്ത ഫുഡ് കഴിക്കാൻ ഇനി എന്തുട്ടാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ചിക്കൻ സൂപ്പും പിന്നെ കൊള്ളി പുഴുങ്ങിയതും ചമ്മന്തിയായിരുന്നു കേട്ടോ. നമ്മളധികം കഴിച്ചു. അതൊക്കെയും കഴിച്ച് നല്ലൊരുണ്ടായിരുന്നു. അന്നേരം കുഞ്ഞാറ്റിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാവുള്ളൂ അതെടുത്ത് കഴിച്ചു കേട്ടോ. കുഞ്ഞി പറഞ്ഞ് ഉറക്കം വന്നു തുടങ്ങി. സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ ആ മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10 മണി 10:30 നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ വെറുതെ സമയം നോക്കിയപ്പോൾ ഉണ്ടാ 11:10 എന്തായി. അപ്പോൾ നമ്മൾ ദൈവം ഇത്ര നേരമായി എന്നുള്ള ചിന്തയായിട്ടാണ്. നമ്മൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറി കോമ്പിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അപ്പോഴേക്കും വന്നു. അവർ ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു. അവർ കയ്യോടെ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തന്നാൽ നല്ല ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ഒരു തരി ബാക്കിയൊക്കെയാണ്ട് നല്ല വിശന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടെന്ന്. ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങനെ തന്നെ പോയതാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല പോലെ ഫുഡിങ് കഴിച്ചു. കുഞ്ഞാറ്റ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിച്ചിട്ടോ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ബിരിയാണീനേക്കാളും ഇഷ്ടം നെയ്ച്ചോറാണ് കേട്ടോ. ബിരിയാണിയിൽ മറ്റേ ഗ്രേവിക്ക് ആകുമ്പോൾ അവർക്ക് അധികം ഇഷ്ടമാവാറില്ല. അപ്പോൾ നെയ്ച്ചോറാകുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. അതും ചിക്കൻ കറിക്കും കൂട്ടിയിട്ട് അവൾ നല്ലപോലെ കഴിച്ചു. കുഞ്ഞു പറൂന് ഉറങ്ങാണ് കേട്ടോ. ഉറക്കത്തിൻ്റെ ഇടയിലും അച്ഛൻ വാരി കൊടുത്തിട്ട് ചേട്ടുണ്ണികൾക്ക് വാരി കൊടുത്ത് അവൾ 1-2 ഉരുള കഴിച്ചു. അമ്മയും നല്ലപോലെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡിക്കും കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക്